എറണാകുളം കോതമംഗലത്തെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ രണ്ടാനമ്മയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ചോദ്യം ചെയ്യലിൽ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിരുന്നു. കുട്ടിയുടെ പിതാവും നിലവിൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. രണ്ടാനമ്മയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ ഈ ഘട്ടത്തിലും തുടരുന്നത്. കുട്ടിയുടെ പിതാവും കസ്റ്റഡിയിൽ തുടരുകയാണ്. നിലവിൽ ആസിഫ് മുഹമ്മദ് വിശദാംശങ്ങളുമായി. ആസിഫ, വിവരങ്ങൾ. തീർച്ചയായും ഞാനിപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീടിന് മുമ്പിലാണ് ഉള്ളത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ആ കുട്ടിയുടെ വീട്. നമുക്കറിയാം, ഇന്നലെ പുലർച്ചെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയത്. പിന്നീടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത് കൊലപാതകമാണ് എന്ന് തെളിയുന്നത്. കുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നെ സ്വാഭാവികമായും ഇപ്പോൾ കുട്ടിയുടെ പിതാവും രണ്ടാനമ്മയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇതിൽ രണ്ടാനമ്മയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും പോലീസ് പറയുന്നു. കാരണം ഈ അജാസ് ഖാന്റെ ഭാര്യ, അതായത് കുട്ടിയുടെ രണ്ടാനമ്മ, ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വൈരുദ്ധ്യമുള്ള മൊഴികളാണ് നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്. പക്ഷേ അജാസിന്റെ ഒന്നാം വിവാഹത്തിന് ശേഷം ഭാര്യ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അജാസ് നാട്ടിലേക്ക് മടങ്ങുകയും പിന്നീട് ഈ കുട്ടിയടക്കം രണ്ടാമത്തെ ഭാര്യയും കുട്ടിയും അടക്കമാണ് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നത്. അതിന് ശേഷം ഇന്നലെ രണ്ടാമത്തെ കുട്ടിയുടെ കൂട്ടത്തിലാണ് മരിച്ച മുസ്കാനും ഉറങ്ങാൻ കിടക്കുന്നത്. പക്ഷേ അതിനുശേഷം രാവിലെ എഴുന്നേറ്റപ്പോൾ 6 മണിയോടുകൂടിയാണ് അജാസ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരോടക്കം ഓടി വന്ന ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇങ്ങനെ മകളെ നഷ്ടപ്പെട്ടു, മകൾക്ക് ജീവനില്ല എന്നുള്ള കാര്യം. നമ്മളോടൊപ്പം ഇപ്പോൾ വാർഡ് മെമ്പർ കൂടി ചേരുകയാണ്. അപ്പോൾ ഇന്നലെ ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയിരുന്നല്ലോ. ഏകദേശം 7 മണിയോട് അടുപ്പിച്ച് ഞാനിവിടെ എത്തിയിരുന്നു. എന്നെ ഇവിടെ നാട്ടുകാരാണ്, അയൽക്കാരാണ് എന്നെ അറിയിച്ചതിന് ശേഷം ഞാനിവിടെ വരികയും വന്ന് നോക്കുമ്പോൾ കുട്ടിയെ ഡൈനിങ് ടേബിൾ കിടത്തിയിരിക്കുന്ന അവസ്ഥയാണ് കണ്ടിരുന്നത്. 7 മണി സമയത്ത്. 7 മണി. എന്താണ് ആ സമയത്ത് അജാസ് ഖാൻ പറഞ്ഞത്? അജാസ് ഖാൻ പറഞ്ഞിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഏതാണ്ട് 10-10:30 മക്കളുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അജാസ് അദ്ദേഹത്തിന്റെ പണിസ്ഥലമായ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് പറഞ്ഞത്. ഏതാണ്ട് 10:30 മണിക്ക് ഇവിടുന്ന് പോയി. ഏതാണ്ട് 1 മണിക്ക് 2 മണിക്കും ഇടയിലാണ് ഞാൻ തിരിച്ചു വന്നത്. അജാസ് ഖാൻ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. പുലർച്ചെ അല്ലേ? പുലർച്ചെ. അതിനുശേഷം ഈ രാവിലെ കുട്ടിയെ വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല എന്ന രീതിയിലാണ്. രാവിലെ ഇളയ കുട്ടിയും ഈ മരിച്ചുപോയ കുട്ടിയും ഒന്നിച്ചാണ് ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അജാസ് ഖാനും ഭാര്യയും ഒരു മുറിയിലും. ഈ ഇളയ കുട്ടി വന്ന് അജാസ് ഖാനെ വിളിക്കുകയും ഈ ചേച്ചി അനങ്ങുന്നില്ല അല്ലെങ്കിൽ മിണ്ടുന്നില്ല എന്നുള്ളത്, എണീറ്റിട്ടില്ല എന്നുള്ള രീതിയിൽ അജാസ് ഖാനെ അറിയിക്കുക. അജാസ് ഖാൻ മുറിയിൽ പോയി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ലാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് തോന്നി. അജാസ് ഖാൻ കയ്യിൽ തന്നെ എടുത്തുകൊണ്ടുവന്ന് ഈ അയൽക്കത്തെ വീടുകളിൽ അറിയിച്ചിട്ട് കയ്യിൽ എടുത്തുകൊണ്ടുവരുന്ന അവസ്ഥയിലാണ് ഈ അയൽക്കത്തെ സബീന എന്ന് പറഞ്ഞ സ്ത്രീ ചെന്ന് കാണുകയും നോക്കുകയും ചെയ്തു. കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ സ്റ്റിഫായി മരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കുട്ടിയെ കണ്ടത്. അപ്പോൾ തന്നെ അജാസ് ഖാൻ ആ ഡൈനിങ് ടേബിളിൽ കിടത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ അജാസ് ഖാൻ ആ സമയത്ത് പോലീസിനോട് എന്താണ് പറഞ്ഞത്? ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായി? ആ രീതിയിൽ അങ്ങനെ സംസാരിച്ചിരുന്നു? പോലീസിനോട് എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വന്ന സമയത്ത് അജാസ് ഖാൻ പറഞ്ഞത് അജാസ് ഖാന്റെ ഭാര്യയ്ക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്, അത് ബാധ കയറുന്ന ഒരവസ്ഥയിലുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ മുതലുണ്ട് എന്നുള്ളതാണ് എന്നോട് അറിയിച്ചിട്ടുള്ളത്. ഭാര്യയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്? ഭാര്യയ്ക്ക് അങ്ങനെ അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് പല ചികിത്സകളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. വല്ല മന്ത്രവാദമാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ചികിത്സയുണ്ട്. അതിന്റെ പ്രശ്നമായിട്ട് അവൾ വൈകാരികമായി പ്രതികരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നോട് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇവരിപ്പോൾ എത്ര കൊല്ലമായിട്ട് ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഏകദേശം 7 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഏതാണ്ട് നെല്ലിക്കുഴിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 30 വർഷത്തോളം അടുത്തായി. അജാസ് ഖാൻ ചെറുപ്പം മുതൽ ഇവിടെ ഉണ്ട് അല്ലേ? അജാസ് ഖാൻ 3 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പിതാവിന്റെ കൂടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ്. തീർച്ചയായും ഇത് ഇവിടെ അടുത്ത് താമസിക്കുന്നതാണല്ലേ? ഈ കുട്ടി അങ്ങനെ എല്ലാവരോടും അടുത്ത വീടുകളിൽ നല്ല ബന്ധമുള്ള നല്ല സ്മാർട്ട് കുട്ടിയായിരുന്നു. ഈ അയൽവക്ക വീടുകളുമായിട്ടും ആളുകളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന കുട്ടിയായിരുന്നു. അത്യാവശ്യം മലയാളവും സംസാരിക്കാനറിയാം. കടകളിൽ 3-4 പ്രാവശ്യം തൊട്ടടുത്തുള്ള കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങാനും പാൽ വാങ്ങാനും എല്ലാം പോകുന്ന ഒരു രീതിയായിരുന്നു. നല്ല പിടുക്കി കുട്ടിയായിരുന്നു.
തീർച്ചയായും ഇവിടെ അടുത്തുള്ള ആളാണോ? അതെ. ഈ പഠിക്കാനൊക്കെ പോകുന്നുണ്ടല്ലേ കുട്ടി അല്ലേ? പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളല്ലേ സ്കൂളിൽ? പഠിക്കാൻ പോയിട്ടില്ല, ഇവിടെ പഠിക്കാൻ പോയിട്ടില്ല. എന്നാലും മിടുക്കി കുട്ടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ കടകൾ സാധനം മേടിക്കാനും കാര്യങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. മിടുക്കി കുട്ടിയായിരുന്നു. തീർച്ചയായും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ വാർഡ് മെമ്പർ അടക്കം സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യമുണ്ട്. അതായത് അജാസ് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. കാരണം ഭാര്യ നൽകുന്ന മൊഴികൾ അതിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് പല കാര്യങ്ങളും വിശദീകരിക്കാൻ ശ്രമിക്കുകയും മറ്റും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമടക്കം പോലീസ് ഇപ്പോൾ പരിഗണിച്ച വരികയാണ്. ഏതായാലും അജാസ് ഖാൻ കഴിഞ്ഞ 30 കൊല്ലമായി അജാസ് ഖാൻ ഈ ഒരു നെല്ലിക്കുഴിയിലുള്ള ആളാണ്. പിന്നീട് സ്വാഭാവികമായും നല്ല രീതിയിൽ മലയാളമെല്ലാം സംസാരിക്കുന്ന, പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു. ആദ്യ ഭാര്യ ഒരു 7 വർഷം മുമ്പാണ് ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പോവുകയും പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയതിന് ശേഷമാണ് ഇയാൾ രണ്ടാമത് വിവാഹം കഴിക്കുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വാർഡ് മെമ്പർ അടക്കം സൂചിപ്പിച്ചതുപോലെ അജാസ് ഖാൻ ആദ്യം വാർഡ് മെമ്പർ അടക്കം സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും മറ്റും പറയുന്നുണ്ട്. സ്വാഭാവികമായി ഈ മന്ത്രവാദ ചികിത്സ അടക്കമുള്ളവ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോലീസ് പരിശോധിച്ച് വരികയാണ്. അജാസ് ഖാന്റെ മൊഴിയെടുക്കുന്നുണ്ട്. അപ്പോൾ അജാസ് ഖാൻ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഭാര്യയുടെ മാനസിക പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരങ്ങനെ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ആളാണ്, തുടങ്ങിയ ബാധ ഉള്ള ആള് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അജാസ് ഖാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദ ചികിത്സയൊക്കെ അടക്കം നടക്കാനുള്ള ഒരു സാധ്യത അടക്കം പോലീസ് ഇപ്പോൾ നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യത കൂടി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് പരസ്പര വിരുദ്ധമായ മൊഴികൾ ഇങ്ങനെ ഈ രണ്ടാം ഭാര്യ നൽകിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും മുസ്കാന്റെ ശരീരം ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ സംസ്കാര നടപടികളും മറ്റു കാര്യങ്ങളുമൊക്കെ പിന്നീട് തീരുമാനിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പിതാവും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ മാതാവ് തന്നെയാണ്, രണ്ടാം അമ്മ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് മുസ്കാനെ 6 വയസ്സുകാരിയായ മുസ്കാനെ UP സ്വദേശിയായ 6 വയസ്സുകാരിയായ മുസ്കാനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും ഇത് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയൽവാസികൾ അടക്കമുള്ള ഒരു വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാണുന്ന വീട്ടിലാണ് അജാസ് ഖാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട് സ്വന്തമായി തന്നെ ഇവിടെ വീട് നിർമ്മിച്ച് താമസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ തുടരുന്ന വ്യക്തിയാണ് അജാസ് ഖാൻ എന്നുള്ളത്. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. 7 വർഷമായി ഈ പുതുപ്പാലത്തെ ഈ വീട് വെച്ച് താമസമായിട്ട് തന്നെ 7 വർഷമായി. നാട്ടിലേക്ക് ഇടക്കാലത്ത് പോയി വരുന്നത് ഒഴിവാക്കിയാൽ ഇവിടെ തന്നെയായിരുന്നു അജാസ് ഖാന്റെ ഒരു ജീവിതമാർഗം മറ്റും മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇന്നലെ രാവിലെ 6:30 കൂടിയാണ് അജാസ് ഖാൻ ഈ കുട്ടിയുമായി അയൽവാസികളെ സമീപിച്ചത്. തണുത്ത് വിറങ്ങലിച്ച ശരീരം കണ്ട നാട്ടുകാർ അറിയിച്ചു. റൂഡിവിന് പോലീസും ഫോറൻസിക് സംഘവും അടക്കം ഈ ഒരു സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധന നടക്കുന്ന സമയത്ത് അടക്കം വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു സംശയത്തിൽ തന്നെയായിരുന്നു പോലീസ് അടക്കമുള്ള മുന്നോട്ട് പോയിരുന്നത്. കാരണം അത് ഒരു സാധാരണ മരണത്തിൻ്റെതായ സാഹചര്യങ്ങളില്ലാത്തതിനാൽ തന്നെ പോലീസ് സംശയം പ്രകടിപ്പിക്കുകയും തുടർന്നാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അജാസ് ഖാനെയും ഭാര്യ അനീഷയെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണം അടക്കം നടത്തുമെന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ അജാസ് ഖാൻ ഇവിടെ വാർഡ് മെമ്പർമാരടക്കം വന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ ഒരു അയൽ വീട്ടിലെ ഇത്തട കൂടി വൈറ്റെടുക്കാം. തൊട്ടടുത്ത വീട് തന്നെയാണ് അജാസ് ഖാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. ഇന്നലെ ഈ ഇങ്ങോട്ട് വീട്ടിലേക്ക് അജാസ് ഖാൻ കുട്ടിയെ എടുത്ത് വന്നാൽ നിങ്ങളെയൊക്കെ കാണിച്ചു തന്നു അല്ലേ? ഇല്ല, എന്നെ വിളിച്ചു. അവൻ ഓടി വാത്ത കൊച്ചിന് അനങ്ങളാന്നും പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ മരിച്ചു കിടക്കുമായിരുന്നു. തൊട്ടൊക്കെ നോക്കി, മൊത്തം ഐസായിട്ട് കിടക്കുമായിരുന്നു. മരിച്ചിട്ട് കുറെ നേരമായെന്ന് തോന്നുന്നു. അജാസ് ഖാൻ ഇന്നലെ പുലർച്ചെ അങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നല്ലേ? ജോലി മണിക്കൂറവനും ഇവിടെ ഇല്ലായിരുന്നു. 10:30 ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് പോയിന്നാ പറഞ്ഞേ. പിന്നെ 1 മണി 2 മണിയപ്പോൾ വന്നു എന്ന് പറഞ്ഞു.
ഈ കുട്ടിയാണെങ്കിലും മക്കളൊക്കെ ആയിട്ടൊക്കെ നല്ല സൗഹൃദമുള്ള ഇറങ്ങി കളിക്കാനൊക്കെ വരും. നോക്കൂ ഇവിടെയൊക്കെ വരുമൊക്കെ ചെയ്യും. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. ഈ ഭാര്യ എങ്ങനെയാണ് നിങ്ങളോടൊക്കെ സഹകരിക്കാൻ പറ്റും ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല, അവള് ഹിന്ദി പറഞ്ഞാൽ ഞങ്ങൾ അത്ര മലയാളം ഒന്നും പഠിച്ചു വന്നിട്ടില്ല അല്ലേ? അവളങ്ങനെ വെളിയിലൊന്നും ഇറങ്ങില്ല, അകത്ത് തന്നെ ഉള്ളൂ. അജാസ് ഖാൻ ഈ പോലീസ് ഇന്നലെ വാർഡ് മെമ്പർ അടക്കം പറഞ്ഞത് ചെറിയ മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ള ആളാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, അത് വന്നെടുക്കുക അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അവള് നോർമലാ, കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നലെ ഇത്ര പേര് സബീന ഇന്നലെ ആ ഒരു സമയത്ത് അജാസ് ഖാൻ ആദ്യം വന്ന് വിളിക്കുന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള അതിപ്പോൾ നമ്മൾ സംസാരിച്ച വീട്ടമ്മയോട് അടക്കമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷമാണ് അജാസ് ഖാൻ ഇങ്ങനെ വന്ന് പറയുന്നത്, ഇങ്ങനെ കുട്ടി അനങ്ങുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അവരെല്ലാം വന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ വിറങ്ങലിച്ച രീതിയിൽ, തണുത്ത് വിറങ്ങലിച്ച രീതിയിൽ കുട്ടി അവിടെ കിടക്കുകയും അത് മരണം സംഭവിച്ചതായി അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ വാർഡ് മെമ്പറെ അടക്കമുള്ളവർ വിളിച്ചു വരുത്തുകയും പിന്നീട് പോലീസും ഫോറൻസിക് സംഘവും അടക്കം എത്തുകയും ചെയ്തതാണ്. പക്ഷെ അപ്പോഴും ഇതൊരു കൊലപാതകമാണോ എന്നോ മറ്റോ കാര്യത്തിലൊക്കെ പോലീസിൽ ചില സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും പോലീസ് പിന്നീട് അത് വിശദമായ പരിശോധനയിലാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നപ്പോഴാണ് അത് ശ്വാസം മുട്ടിച്ച് തന്നെയാണ് ആ കൊലപാതകം മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഭാര്യ, അതായത് അജാസ് ഖാന്റെ രണ്ടാം ഭാര്യ അനീസ കഴിഞ്ഞ 2 കൊല്ലമായി അവരോടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുമായി വലിയ രീതിയിൽ ഇടപെടാത്തത് ഭാഷ അറിയാത്തതിന്റെ പ്രശ്നങ്ങളും മറ്റുമാണ് എന്നാണ് പറയുന്നത്. വന്നയിടയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളും മറ്റും കാണിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യവും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അയൽവാസി അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായ പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. പക്ഷേ മൊഴികളിൽ വൈരുദ്ധ്യം, അനീസ തുടർച്ചയായി പറയുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ പോലീസുമായി സംസാരിക്കുമ്പോൾ അജാസ് ഖാൻ പറയുന്നത് ഭാര്യയ്ക്ക് ബാധയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അജാസ് ഖാൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും അജാസ് ഖാന്റെ കസ്റ്റഡിയും ഇപ്പോഴും തുടരുകയാണ്. അതിര കോതമംഗലത്താണ് ഇത്തരത്തിൽ UP സ്വദേശിയായ 6 വയസ്സുകാരിയായ കുഞ്ഞിനെ ഇന്നലെ ഇത്തരത്തിൽ പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണ് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് പോലീസും പറയുന്ന കാര്യങ്ങൾ. ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ, രണ്ടാനമ്മയെയും പിതാവിനെയും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഇന്ന് ഈ രണ്ടാനമ്മയെ കോടതിയിൽ ഹാജരാക്കും. ഇവർക്ക് മാനസികമായ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, ബാധ കയറുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെയുള്ളതാണ് പിതാവ് പറയുന്നത്. ഈ ഘട്ടത്തിൽ പിതാവിന് ഈ വിഷയത്തിൽ, ഈ കൃത്യത്തിൽ പങ്കില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് നിൽക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.